ഫെബ്രുവരി 26 മുതൽ മാർച്ച് 1 വരെ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന 11ാമത് സംസ്ഥാന സബ് ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ഹോക്കിയുടെയും ഡോൺ ബോസ്കോ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് 4 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന മത്സരങ്ങൾക്ക് വേദിയൊരുക്കുന്നത്. ആതിഥേയരായ കണ്ണൂർ ഉൾപ്പെടെ 13 ജില്ലകൾ ഈ ചാമ്പ്യൻഷിപ്പിൽ മാറ്റൊരുക്കും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 234 താരങ്ങൾക്കും താമസ സൗകര്യവും ഭക്ഷണവും കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. മലയോര മേഖലയിൽ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഈ ഹോക്കി ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ വലിയ വിജയമാക്കി മാറ്റുന്നതിനായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് കാരക്കാട്ട് ചെയർമാനും കണ്ണൂർ ഹോക്കി സെക്രട്ടറി KV ഗോകുൽദാസ് ജനറൽ കൺവീനറുമായി 101 അംഗ സംഘാടക സമിതിയും പ്രവർത്തിക്കുന്നു. പേരാവൂർ MLA സണ്ണി ജോസഫ്, കണ്ണൂർ ജില്ലയിലെ MP-മാരും വിവിധ ജനപ്രതിനിധികളും കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ രക്ഷാധികാരികളാണ്. ഫെബ്രുവരി 26 വ്യാഴാഴ്ച രാവിലെ 9:45 C സദാനന്ദൻ MP ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട്ട്, ജനറൽ കൺവീനർ ഹോക്കി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KV ഗോകുൽദാസ്, കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ ജോയി ഉള്ളാട്ടിൽ, ഹോക്കി അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ M ഷംസുദ്ദീൻ, K ശ്രീധരൻ, ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ K നിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഗ്രാമപ്രദേശത്ത് ഹോക്കി സംസ്ഥാനതല ഹോക്കി ടൂർണമെന്റ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഹോക്കി അവിടെ നടത്തിയോടുകൂടി ആ ഗ്രാമം ഹോക്കി ഗ്രാമമായി. അവിടെ നിന്നും നിരവധി ഹോക്കി പ്ലേയേഴ്സ് അവിടുന്ന് ലഭിച്ച പരിശീലനത്തിൻ്റെയും തുടർന്നുള്ള അവസരങ്ങളുടെയും ഒക്കെ പിൻബലത്തിൽ സംസ്ഥാന താരങ്ങളായിട്ടും ദേശീയ താരങ്ങളായിട്ടും മഹത്തായ പൈതൃകം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങാടിക്കടവിലേക്ക് ഇവിടെ ഈ ഹോക്കി ടൂർണമെൻറ്റ് നടത്തുവാനായിട്ടുള്ള കാരണം ഏതാനും മാസങ്ങൾക്ക് ഡിസംബർ മാസം ഡോൺ ബോസ്കോയിൽ വെച്ച് കേരള ഹോക്കി ഇവിടെയുള്ള കുട്ടികൾക്ക് ഹോക്കിയിൽ താല്പര്യമുണ്ട് എന്നറിഞ്ഞപ്പോൾ സൗജന്യമായിട്ട് ഹോക്കി സ്റ്റിക്കുകൾ വിതരണം ചെയ്തു. അങ്ങനെ നമ്മളൊരു ഹോക്കി ടീമിനെ ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്തു. യൂണിവേഴ്സിറ്റി തലത്തിൽ നടന്ന ഹോക്കി ടൂർണമെൻറ്റിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 4ാം സ്ഥാനത്തെത്തുവാനായിട്ട് ഈ ടീമിന് കഷ്ടിച്ച് ഒരു മാസത്തെ ട്രെയിനിങ്ങിൽ, അതായത് കുറച്ച് കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള പരിശീലനം മുൻപ് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ഇൻറ്റൻസീവായിട്ട് ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ അർജുൻ സാർ നൽകിയ പരിശീലനത്തിൻ്റെ ഒരു പിൻബലത്തിൽ പോയി മത്സരിച്ച് 4ാം സ്ഥാനം കിട്ടി. മാത്രമല്ല നമ്മുടെ ടീമിലുള്ള 2 പേർക്ക് സെലക്ഷനും കിട്ടി. യൂണിവേഴ്സിറ്റി ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദേശീയ തലത്തിലുള്ള ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ കോളേജിൽ 2 കുട്ടികൾക്ക് സാധിച്ചു. കേരള ഹോക്കി മുൻകൈ എടുത്തുകൊണ്ട് ഈ വർഷത്തെ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ മൈതാനിയിൽ നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അത് മലയോര പ്രദേശങ്ങളിലുള്ള ഈ ഹോക്കിയെ പറ്റി അറിയത്തില്ലാത്ത, ഇതിൻ്റെ സാധ്യതകളെപ്പറ്റി മനസ്സിലാക്കാത്ത, ഫുട്ബോളിലും അതുപോലെ തന്നെ ക്രിക്കറ്റിലും മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന യുവതി യുവാക്കൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് പ്രചോദനമാകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ കലാലയത്തിൻ്റെ മൈതാനിയിൽ വെച്ച് ഈ മത്സരം നടത്തുന്നത്. തലേദിവസം തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ ഇവിടെ എത്തും. ആദ്യ മത്സരം രാവിലെ 6:30 രണ്ടാമത്തെ മത്സരത്തിൻ്റെ ആദ്യ ഹാഫ് നടത്തി. അത് കണ്ണൂർ കൊല്ലവും തമ്മിലുള്ള മത്സരം രണ്ടാമത്തെ മത്സരമായിട്ട് തുടങ്ങിയിട്ട് ഹാഫ് ടൈം കഴിഞ്ഞ് 9:45 ഇനാഗുറേഷൻ നടത്തി. സെക്കൻഡ് ഹാഫ് പിന്നെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടത്തുവാനായിട്ടാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ സദാനന്ദൻ MP ഉണ്ടാവും. പിന്നെ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അഖിൽ ഉണ്ടാകും. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരള ഉണ്ടാകും. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ടാവും. പിന്നെ വാർഡ് മെമ്പർ ബിന്ദു ഷാജി. പിന്നെ അസോസിയേഷൻ ഭാരവാഹികൾ ജില്ലാ സെക്രട്ടറി ഗോകുൽദാസ്, നിയാസ്, മാസ്റ്റർ. ഇപ്രാവശ്യം ഫാദർ ഇവിടെ പറഞ്ഞതുപോലെ ഈ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിൽ നമ്മൾ ഈ ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഏറ്റെടുക്കുന്ന നടത്താൻ വലിയ ഒരു താല്പര്യം കാണിച്ചത് പ്രധാനമായിട്ടും ഇവിടെ ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ, അദ്ദേഹവും സെമിനാറിലെ 5-6 പേരും ഹോക്കി കളിക്കുന്നുണ്ട് എന്നൊരു വാർത്ത 2 മാസങ്ങൾക്ക് മുമ്പ് സ്റ്റിക്ക് വിതരണം ചെയ്ത സമയത്ത് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം, അതിനുശേഷം നടന്ന 1 മാസത്തിന് ശേഷം നടന്ന യൂണിവേഴ്സിറ്റി മത്സരത്തിൽ
4ാം സ്ഥാനം അലങ്കരിച്ച മാത്രമല്ല, ശ്രീഹരി എന്ന് പറയുന്ന വിദ്യാർത്ഥിയും കൃഷ്ണ ജോൺ എന്ന് പറയുന്ന കുട്ടിയും യൂണിവേഴ്സിറ്റി വനിതാ വിഭാഗത്തിലും പുരുഷ വിഭാഗത്തിലും പ്രാതിനിധ്യം നേടുകയും ചെയ്തു. അതൊരു ചരിത്രം തന്നെയാണ്. അത്രയും സ്റ്റാമിനയുള്ള കുട്ടികൾ ഈ മലയോര പ്രദേശത്ത് ഉണ്ടാവും എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ടാണ് ഒരു കാലത്ത് തലശ്ശേരിയിലും കണ്ണൂരിലും മാത്രം ഒതുങ്ങിയിരുന്ന ഹോക്കിയെ മലയോര മേഖലയിലൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് ഈ നവംബർ 7-ാം തീയതി ഇന്ത്യയിൽ ഹോക്കി ഫെഡറേഷൻ രൂപീകരിച്ചതിന്റെ 100ാം വാർഷികം ഇന്ത്യയെമ്പാടും 1000 സ്ഥലങ്ങളിൽ ഒരേ സമയം ഹോക്കി കളിച്ചുകൊണ്ട്, കേരളത്തിൽ 100 ഇടങ്ങളിൽ ഹോക്കി കളിച്ചുകൊണ്ട് വേൾഡ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ നമ്മൾ ഇടം നേടിയിട്ടുണ്ട്. കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ള ഒരു താല്പര്യവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോൺ ബോസ്കോ കോളേജ് ഈ ഒരു ഉദ്യമത്തിന് സമ്മതം മൂളുകയും ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഞങ്ങളുടെ ഗ്രൗണ്ടിൽ വെച്ച് നടത്താനായിട്ട് ഞങ്ങൾക്ക് വളരെ താല്പര്യത്തോടുകൂടെ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ഉടനീളമുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു പ്രചോദനമായിരിക്കും. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഉള്ള കുട്ടികൾക്ക് ഹോക്കി അസോസിയേഷന് ഒക്കെ ഇത് നല്ലൊരു സംഭാവനയായി തീരും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞങ്ങളെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.